NLP കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ എല്ലാ ദിവസവും അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു റിലാക്സേഷനിലോട്ട് പോയി. റിലാക്സേഷന് ശേഷം നമ്മൾ കുറെ കൂടി ആഴത്തിലുള്ള തിരിച്ചറിവിലോട്ട് പോയി. എല്ലാ ദിവസവും ഇതേപോലെ ബോധപൂർവം ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റേഷൻ നടത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പുരോഗതിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും പ്രകടിപ്പിക്കുന്നതിന്റെ ഒരു ഗുണം നമ്മൾ മനസ്സിലാക്കി. ഓരോ വ്യക്തിയും രാവിലെ എഴുന്നേൽക്കുകയും കൃത്യമായ സമയത്ത് എഴുന്നേൽക്കുകയും ഇതുപോലുള്ള മനോഹരമായ കാര്യങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അതിശക്തമായ മാറ്റത്തെക്കുറിച്ചും, ഇതൊന്നും ചെയ്യാതെ മനസ്സിനെ കുളിപ്പിക്കാതെ അല്ലെങ്കിൽ സ്വ ഇച്ഛപ്രകാരം സ്വന്തം സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം യാതൊരു വിധത്തിൽ യാതൊരു പെയിനോ യാതൊരു റിസ്കോ എടുക്കാതെ എപ്പോഴും കംഫർട്ട് സോൺ മാത്രം നോക്കി നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ലൈഫിലുണ്ടാകുന്ന അപജയങ്ങൾ എന്ന് പറയുന്നത് അത് അയാൾ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ആദ്യമായി എനിക്ക് ഈ NLP പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരൊറ്റ കാര്യമാണ് പറയുവാനുള്ളത്. ഇത് മുഴുവനായിട്ട് എല്ലാവരും കേട്ടിരിക്കുക, മുഴുവനായിട്ടും എല്ലാവരും കേട്ടിരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ലോകത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് കെയറുകളുണ്ട്, മാനസിക ശക്തിയെ എംപവർ ചെയ്യിപ്പിക്കുവാനുള്ള കേന്ദ്രങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായതെല്ലാം ഇവിടെ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നമ്മളെ ചികിത്സിക്കും. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ പൾസ് നോക്കും, നമ്മുടെ ECG നോക്കും, എക്സ്റേ എടുക്കും, സ്കാനിങ് എടുക്കും, MRI എടുക്കും, CT എടുക്കും, രോഗം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒട്ടുമിക്ക രോഗങ്ങളും കണ്ടുപിടിക്കുവാൻ സാധിക്കാറില്ല. ഒരു അനുമാന പ്രകാരം ചികിത്സ നടത്തും. ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ വേറെ മരുന്നിലോട്ട് മാറും. ഏതായാലും കൊള്ളാം, ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സ ലഭിക്കും. അതേപോലെ തന്നെ ഒരു സർക്കാർ സംവിധാനവും ലോകത്ത് ഒരു സംവിധാനവും ഇല്ല ഈ ഹോസ്പിറ്റലിലോട് പോവാതെ ദീർഘായുസോടുകൂടി സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സമൃദ്ധമായി ജീവിക്കുവാൻ. എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്ന് പറയാൻ വേണ്ടി ഒരു ഗവൺമെന്റ് സംവിധാനവും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി, നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഒരാളും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. അതേപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മനസ്സിനെ ഒന്ന് കുളിപ്പിക്കണം, മനസ്സിനെ ഒന്ന് റിലാക്സേഷനോട് കൊണ്ടുപോകണം, മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി നിങ്ങളെ കൂടെ ഒരാളും ഉണ്ടാവില്ല. അതേപോലെ തന്നെ രാവിലെ അല്പനേരം ഒരു 15 or 20 മിനിറ്റ് വ്യായാമം ചെയ്യണം, എക്സസൈസ് ചെയ്യണം എന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി ഒരാളും ഉണ്ടാവില്ല. അപ്പോ ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വയമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാണ്ടിരിക്കാം, മനസ്സിനെ സമാധാനത്തോട് ജീവിപ്പിക്കാം, സന്തോഷത്തോടു കൂടി ഉല്ലാസത്തോടു കൂടി നമ്മുടെ നാളുകൾ കഴിച്ചു കൂട്ടുവാൻ സാധ്യമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ, അതായത് സ്വന്തത്തെ ശ്രദ്ധിക്കുവാൻ, സെൽഫിനെ മൈൻഡ് ചെയ്യുവാൻ, സ്വയത്തെ മാനേജ് ചെയ്യുവാൻ നിങ്ങളെ കൂടെ ഒരാളും എപ്പോഴും ഉണ്ടാവില്ല എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടതിനു ശേഷം ഈ NLPയുടെ ഈ സെഷൻ നിങ്ങൾ എല്ലാവരും കേൾക്കുക എന്നതാണ് ആമുഖമായിട്ട് ഞാൻ പറയുന്നത്. നമ്മൾ ഡോക്ടർക്ക് പോയി കഴിഞ്ഞാൽ അവർ ചികിത്സിക്കുകയുള്ളൂ, കുറച്ച് കാര്യങ്ങൾ പറയും, അത് ചെയ്ത് അവരെ കഴിഞ്ഞു. നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ കൂടെ സദാസമയവും ഒരു ഉപദേശിയായും ഒരു നിർദ്ദേശിയായും ഒരു സഹായിയായും തെറ്റിൽ നിന്നും ശരിയിലോട്ട് നമ്മളെ നയിക്കുന്നതുമായിട്ടുള്ള ചില ടൂളുകളുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ആ ടൂളുകളിൽപ്പെട്ട അതിപ്രധാനമായ ഒരു ടൂളിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അതിന്റെ പേര് മറ്റൊന്നുമല്ല, NLP, അതായത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. എന്താണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്,
ഈ ഒരു ശാസ്ത്ര ശാഖ അറിയപ്പെടുന്നത് സൈക്കോളജി ഓഫ് എക്സലൻസ് എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ പെർഫോമൻസ്, ഒരു മനുഷ്യന്റെ ജീവിതം ഏത് രൂപത്തിലും എക്സലന്റ് ആക്കുവാൻ പറ്റുന്ന അതിശക്തമായ ഒരു ടൂളാണ് NLP. ഇതിൽ ആദ്യത്തെ അക്ഷരമായ N, ശരിക്കും ശ്രദ്ധിക്കണം, ഇതിൽ ആദ്യത്തെ അക്ഷരമായ N എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ പേരിൽ തന്നെ N, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. അപ്പം ന്യൂറോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ നാഡി അല്ലെങ്കിൽ നരമ്പ് നാഡി എന്താ പറയാ വ്യവസ്ഥയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഒരർത്ഥത്തിൽ അത് ശരിയാണെങ്കിലും ശരിക്കും ശ്രദ്ധിക്കണം, ന്യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ അനുഭവങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിൽ കണ്ടും കേട്ടും അറിഞ്ഞും തൊട്ടും മണത്തും രുചിച്ചുമൊക്കെ നമ്മുടെ അകത്തേക്ക് കയറുന്ന കാര്യങ്ങളെയാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി എപ്പോഴും എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ അകത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ വാക്കുകളായിട്ട് പുറത്തോട്ട് വരുന്നത്. നമ്മുടെ പെരുമാറ്റം, ഉദാഹരണമായിട്ട് നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത്, ആ സുഹൃത്തിനെ കുറിച്ച് നിങ്ങളോട് ഒരാൾ വന്ന് പറയുകയാണ്, പിന്നെ നിങ്ങൾ ആ സുഹൃത്തുണ്ടല്ലോ, ആ സുഹൃത്ത് നിങ്ങൾ വിചാരിച്ച പോലെയല്ല, അയാൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന എന്താ പറയാ മോശമായ പ്രവൃത്തിയിലൊക്കെ ഏർപ്പെട്ട ആളാണ് എന്ന് നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ, അപ്പൊ അവിടെ നിങ്ങൾ ആ വ്യക്തിയെ കണ്ടു, നിങ്ങൾ കേട്ടു, നിങ്ങളൊരു വ്യക്തിയെ കണ്ടു, നിങ്ങൾ ആ വ്യക്തിയെ കേട്ടു, അപ്പൊ കാണുകയും കേൾക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഉള്ളിലോട്ട് പോയി. ആ ഇൻഫർമേഷൻ നിങ്ങളെ ഉള്ളിലോട്ട് പോയി കഴിയുമ്പോൾ ആ ഇൻഫർമേഷന്റെ ബേസിലായിരിക്കും പിന്നെ നിങ്ങൾ ഏത് രൂപത്തിൽ പെരുമാറണം, ഏത് രൂപത്തിൽ അദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾ ഇനി നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും മുമ്പ് കണ്ടതുപോലെ ആവില്ല. വീണ്ടും അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ വരും. മുമ്പ് ചിരിച്ചിരുന്ന ആ ചിരിയുടെ ആ ഒരു ഡീപ്നെസ് ഒന്ന് കുറയും. ഇയാളാണോ ഞാൻ ഇത്രയും കാലം ഇങ്ങനെ കൊണ്ടു നടന്നത്? അപ്പൊ നമ്മുടെ ശരീരഭാഷ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിനെയാണ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് മണക്കുന്നു, എന്ത് രുചിക്കുന്നു, ഇതെല്ലാം നമ്മുടെ അകത്തോട്ട് പോയി നമ്മുടെ ഇന്റേണൽ ഡയലോഗുകളായിട്ട്. ഇന്റേണൽ ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് നമ്മൾ തന്നെ സ്വയം സംസാരിക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്റേണൽ ഡയലോഗിനെ നിർത്താൻ പറ്റൂല. നമുക്ക് ഭക്ഷണം നിർത്താം, വെള്ളം നിർത്താം, എല്ലാം നിർത്താം. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ എപ്പോഴും ഇങ്ങനെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ സംസാരങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇതേ രൂപത്തിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്ത അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിൽ വന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിങ്ങനെ സ്വയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, നമ്മൾ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മുടെ തലച്ചോറ് ഒരു പ്രത്യേക ഭാഷയിലാണ് അതിനെ രേഖപ്പെടുത്തിയത്. ഒരു പ്രത്യേക ഭാഷയിലാണ് അതിനെ രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും ആ ഭാഷയുടെ പേരാണ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്, ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, കുട്ടിക്കാലത്തിൽ നിങ്ങൾ സ്കൂളിൽ പോയ ഒരു രംഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ ചിത്രം അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ രണ്ട് രൂപത്തിലാണ്, രണ്ട് ഭാഷയിലാണ്, കോഡിലാണ് അത് തലച്ചോറിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടത്. ഒന്ന്, നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ചിത്രം കാണും. നിക്കറിട്ട് കുട്ടിക്കുപ്പായമൊക്കെ വിട്ട് നമ്മൾ സ്കൂളിലോട്ട് മഴ നനഞ്ഞ് കൊട പിടിച്ചു പോകുന്ന ആ ഒരു ചിത്രം. രണ്ടാമത്തത്, ആ ചിത്രത്തോട് കൂടി തന്നെ ഒരു ഇമോഷൻ ഉണ്ടാവും, ഒരു വൈകാരികതയും ഉണ്ടാവും, ഒരു പ്രത്യേകമായ ഫീലിംഗ് ഉണ്ടാവും. മനസ്സിലായില്ല? ഇങ്ങനെ നിങ്ങൾ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പോയത് മാത്രമല്ല, നിങ്ങൾ ജനിച്ച് നാളിതുവരെയായി ഉണ്ടായ മുഴുവൻ അനുഭവങ്ങളും ഇതേ രൂപത്തിലുള്ള ഒരു ഇമോഷനും ഇമാജിനേഷനും വെച്ച്, ഈ രണ്ട് ഭാഷ വെച്ചാണ് നമ്മുടെ തലച്ചോറ് രേഖപ്പെടുത്തിയത്.
അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോ ന്യൂറോൺസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഭാഷയിൽ നമ്മുടെ തലച്ചോറ് രേഖപ്പെടുത്തുന്നതാണ് ലിംഗ്വിസ്റ്റിക്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാളെ കുറിച്ച് നമ്മൾ കേൾക്കുകയും അറിയുകയും അനുസരിച്ച് നമ്മുടെ തലച്ചോറിൽ ഒരു അയാളുടെ ചിത്രവും അയാളുടെ ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു വൈകാരികതയും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും എപ്പോൾ ആ വ്യക്തിയെ കാണുമ്പോഴും ആ ചിത്രവും ആ വൈകാരികതയും, അദ്ദേഹത്തെ നേരിൽ കാണുകയാണെങ്കിൽ ചിത്രം വേറെ കാണേണ്ട ആവശ്യം, അദ്ദേഹത്തെ കാണുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ ഇമോഷൻ, ആ വൈകാരികത അത് ആ സമയത്തുണ്ടാവും. ഇതിനെയാണ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. ഇനി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. ഇപ്പൊ നമ്മളൊരു കാറ്, ഇപ്പൊ നമ്മള് ഓട്ടോമാറ്റിക് കാറുകളൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കാർ ഉപയോഗിക്കുന്ന സമയത്ത് അത് ക്ലച്ച് ഇല്ല, ഒരു പ്രോഗ്രാമിംഗ് ആണ്. നമ്മള് വാഹനം എടുത്ത് ചിരിങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഇത്ര സമയമാകുമ്പോൾ അടിക്കണം എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ വാൺ ചെയ്യണം എന്നുള്ള പ്രോഗ്രാമിംഗ് ആ കാറിന്റെ മണ്ടയിൽ ഇതിന്റെ എഞ്ചിനീയേഴ്സ് കൊണ്ടുപോയി സന്നിവേശിപ്പിച്ചത് കൊണ്ടാണ് അത് നമ്മളോട് ഉണർത്തും, സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി ഉണർത്തും. അതൊരു പ്രോഗ്രാമിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഒരുപാട് സോഫ്റ്റ്വെയർ, അതൊരു പ്രോഗ്രാമിംഗ് ആണ്. ഇപ്പൊ ഈ സൂം തന്നെ, നമ്മൾ ഈ സൂമിന്റെ ഈ നീല ബട്ടൺ അമർത്തുമ്പോൾ അത് ഓപ്പൺ ആയി വരുന്നു. അതല്ലാതെ വേറൊരു സംഭവം അവിടെ ഓപ്പൺ ആവില്ല. ഇതിനെയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മിലോട്ട് വരുമ്പോൾ എങ്ങനെ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മിലോട്ട് വരുമ്പോൾ എങ്ങനെ വരുന്നു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇതേപോലെ നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും നമ്മുടെ ഉള്ളിലേട്ട് അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ അകത്തോട്ട് പോയ കാര്യങ്ങൾ നമ്മൾ ഒരു പ്രത്യേക ചിത്രത്തിലും ഭാഷയിലും ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി നമ്മുടെ ലൈഫിൽ ഈ രൂപത്തിലുള്ള ഔട്ട്പുട്ട് മാത്രമേ കിട്ടൂ. അതൊരു പ്രോഗ്രാമിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി, ഞാനൊരു ചെറിയ കുഞ്ഞു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, 3 ഏരിയയിൽ അയാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 3 ഏരിയയിൽ അയാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ ബേസിനല്ലാതെ ആ വ്യക്തിക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് വ്യക്തമാവുന്നു ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട പ്രോഗ്രാമിന്റെ ബേസിലല്ലാതെ ആ വ്യക്തിക്ക് മറ്റൊരു കാര്യം ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. ഏതുപോലെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ സൂം ഓപ്പൺ ആക്കുമ്പോൾ ഒരിക്കലും യൂട്യൂബ് ഓപ്പൺ ആവാത്തതുപോലെ, യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ ഒരിക്കലും ഫേസ്ബുക്ക് ഓപ്പൺ ആവാത്തതുപോലെ, ഒരു വ്യക്തി ദാരിദ്ര്യം ഒരു പ്രോഗ്രാമിംഗ് ആണ്, വിശ്വാസം ഒരു പ്രോഗ്രാമിംഗ് ആണ്, ശീലങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ആണ്. ജസ്റ്റ് ലൈക്ക് എ കമ്പ്യൂട്ടർ. അപ്പൊ ഒരു കമ്പ്യൂട്ടറിനെ പോലെ ഈ ഒരു NLPയുടെ ഒരു രൂപീകരണം തന്നെ അതാണ്. കാരണം ഇത് കുറഞ്ഞ സമയമായതുകൊണ്ട് ഞാൻ ഇതിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ NLP എന്ന് പറയുന്ന ഈ ശാസ്ത്ര ശാഖ ഉണ്ടായത് തന്നെ 1970-കൾ 75-80 കാലഘട്ടത്തിലാണ് ഈ NLP രൂപീകരിക്കുന്നത്. അതിന് രൂപീകരിക്കുവാൻ ഒരു വ്യക്തമായ ഒരു ചരിത്രമുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. എന്താണ് ആ ചരിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ, കമ്പ്യൂട്ടർ തന്നെയാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പുരോഗതിയിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തെ അനുസ്യൂതം അതിവേഗം ദ്രുതഗതിയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയാണ് കമ്പ്യൂട്ടർ. അപ്പോ ഒരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയായിരുന്നു റിച്ചാർഡ് ബാഡ്ലർ. ഈ റിച്ചാർഡ് ബാഡ്ലർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ വിദ്യാർത്ഥി കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയായ റിച്ചാർഡ് ബാഡ്ലർ, അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നതാണ്, ഈ കമ്പ്യൂട്ടറിലുള്ള ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു ഭാഷ പ്രവർത്തിക്കുന്നു. ഈ പ്രോഗ്രാമിനെല്ലാം പിന്നിൽ ഒരു ഭാഷ പ്രവർത്തിക്കുന്നു, ഒരു കോഡ്.
CC+, അതൊക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം. മുമ്പ് നമ്മളൊക്കെ കമ്പ്യൂട്ടറിന്റെ ഭാഷ പഠിക്കാൻ വേണ്ടി പോയിരുന്നു. അതൊക്കെ ഇപ്പോൾ വളരെ ഈസിയായി. ഉദാഹരണമായിട്ട് ഒരാള് എ എന്നടിക്കുമ്പോൾ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ എ എന്ന് കാണണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. റിച്ചാർഡ് ബാട്ട്ലറുടെ മനസ്സിൽ അതിശക്തമായ ഒരു ചിന്ത വന്നു. അങ്ങനെയാണെങ്കിൽ ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ മനുഷ്യന്റെ ഉള്ളിലും, മനുഷ്യരെല്ലാവരും ഒരു പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അവന്റെ ഉള്ളിലും ഒരു ഭാഷ ഉണ്ടാവണം. ആ ഭാഷയുടെ അടിസ്ഥാനത്തിലാവണം ആ മനുഷ്യന്റെ ജീവിതത്തിലും ഈ രൂപത്തിൽ ഒരു പ്രോഗ്രാമിംഗ് ആയത് എന്ന് റിച്ചാർഡ് ബാട്ട്ലർ ചിന്തിച്ചു. ആ ചിന്ത ശരിയല്ലേ മാഡിയ ഫ്രണ്ട്സ്? ഒന്ന് ടൈപ്പ് ചെയ്ത്. ആ മനുഷ്യൻ ചിന്തിച്ചത് ശരിയല്ലേ? ഒരു കമ്പ്യൂട്ടറിനെ പോലെ, ജസ്റ്റ് ലൈക്ക് എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം ഓട്ടോമാറ്റിക്കലായി നമ്മൾ കാണുന്നു. ഞാൻ കോപ്പി എന്നടിക്കുമ്പോൾ ഒരു സാധനം കോപ്പി ആകുന്നു, പേസ്റ്റ് എന്നടിക്കുമ്പോൾ ഇത് വേറെ സ്ഥലത്ത് പേസ്റ്റ് ആകുന്നു. ഇങ്ങനെ ആകുവാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഒരു ഭാഷ, ഒരു കോഡ്, ആ കോഡ് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ആയിട്ട് ഇതിനെ കാണപ്പെടുന്നത് എന്ന് റിച്ചാർഡ് ബാട്ട്ലർ ചിന്തിച്ചത് ശരിയല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇദ്ദേഹം ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. ശരിയാണ്, അപ്പൊ ഈ ഭാഷ കണ്ടെത്തണം. മനുഷ്യന്റെ ഉള്ളിലും ഉള്ളതും കമ്പ്യൂട്ടറിന് ഉള്ളതിന് സമാനമായ രൂപത്തിലുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ്. ഓരോ വിശ്വാസവും ഓരോ എല്ലാം. ചില ആളുകൾക്ക് കണ്ടോ നിങ്ങള്, വലിയ വിദ്യാഭ്യാസമൊക്കെയുള്ള ആളുകളായിരിക്കാം, പക്ഷെ ഒരു കൂറനെ കാണുമ്പോൾ പേടി, പാറ്റയെ കാണുമ്പോൾ പേടി. ഞാൻ എപ്പോഴും പറയുന്നതാണത്. തവളയെ കാണുമ്പോൾ പേടി. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഒരു ചെറിയ കുഞ്ഞു തവള വീടിന്റെ അകത്തൂടെ ഇങ്ങനെ ചാടിപ്പോകുന്നത് കാണുമ്പോഴേക്കും മരവിച്ചു പോകുന്ന മരം പോലെ വലിയ മനുഷ്യന്മാർ. എന്താ കാരണം എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ഉള്ളത് കൊണ്ടാണ് അതിനെ കാണുമ്പോഴേക്കും പറയൽ വരുന്നത്. അപ്പൊ ഈ റിച്ചാർഡ് ബാട്ട്ലർ എന്ത് ചെയ്തു? അവിടെയുള്ള ഒരു ഡോക്ടറായിട്ടുള്ള ഗ്രിഗർ മെൻഡർ എന്ന് പറയുന്ന അവിടെയുള്ള ഒരു ഭാഷാ ശാസ്ത്രജ്ഞന്റെ സഹായം തേടി. അതായത് റിച്ചാർഡ് ബാട്ട്ലർ, അദ്ദേഹം ഒരു ഭാഷാ സയന്റിസ്റ്റ് ആണ്. ഏതിന്റെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം നോം ചോസ്കി, അതായത് ആധുനിക യുഗത്തിൽ എങ്ങനെയാണ് മനുഷ്യരിൽ ഭാഷ മുളപൊട്ടിയത് എന്ന് പഠിച്ച് നോബൽ പ്രൈസ് നേടിയ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള നോം ചോസ്കിയുടെ പഠനത്തിൽ, അതായത് ഭാഷാപരമായ പഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയ നമ്മുടെ ജോൺ ഗ്രിൻഡറും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വിദഗ്ധനായ റിച്ചാർഡ് ബാട്ട്ലറും, ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നു. അങ്ങനെ കണ്ടുമുട്ടി പിറ്റേന്ന് തന്നെയല്ല ഈ NLP ഉണ്ടാവുന്നത്. ഒരുപാട് പ്രോസസ് ഉണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് പ്രോസസ് ഉണ്ട്. ഈ ഒരു ആശയം, അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിന് സമാനമാണ്. മനുഷ്യന്റെ പ്രവൃത്തിയെല്ലാം ഓട്ടോമാറ്റിക്കലാണ്. ഏതുപോലെ ഒരു മുസ്ലിമിനോട് നീ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ആ വ്യക്തിയുടെ ഉള്ളിലില്ല. ആ വ്യക്തിക്ക് അതിശക്തമായ ഇറിറ്റേഷൻ വരും. അപ്പോ അങ്ങോട്ട് പോവാതിരിക്കാനുള്ള ഒരു പ്രോഗ്രാമിംഗ് അവിടെ ഉണ്ട്. ഒരു ഹൈന്ദവനോട് നീ പോയിട്ട് ക്രിസ്ത്യൻ ദേവാലയത്തിൽ പോയിട്ട് യേശുവിന്റെ മുമ്പിൽ പോയി കുരിശ് വരയ്ക്കണമെന്ന് പറഞ്ഞാൽ അയാൾ അതിശക്തമായ രൂപത്തിൽ അതിനെ ഡിഫെക്ട് ചെയ്യും. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാമിംഗ്, ഒരു ക്രിസ്ത്യാനിയുടെ ഉള്ളിലുള്ള പ്രോഗ്രാമിംഗ് ആവട്ടെ, മുസ്ലിം പള്ളിയിൽ പോയിട്ട് 5 നേരം നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഡിനേ ചെയ്യും. അവരുടെ പ്രോഗ്രാമിംഗ്, അതായത് ഓരോ വ്യക്തിയുടെയും പെരുമാറ്റത്തിന്റെ പിന്നിൽ, വാക്കുകൾക്ക് പിന്നിൽ, ഇപ്പോൾ ആ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അയാളുടെ അനുഭവങ്ങൾക്ക് പിന്നിൽ, അയാൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ പിന്നിൽ ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ 2 മഹാപ്രതിഭകൾ പരസ്പരം കണ്ടുമുട്ടുകയും ഇതിൽ ഗവേഷണം നടത്തുകയും അവർ ആ കാര്യം സ്ഥിരീകരിക്കുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്യുകയും ആ കാലഘട്ടത്തിൽ 970-75 കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഈ രൂപത്തിൽ അതിശക്തമായ രൂപത്തിൽ മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ച
ശാസ്ത്രലോകം അംഗീകരിച്ച പ്രതിഭാധനന്മാരായ ഒട്ടനവധി മഹാത്മാക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയി, അവരുടെ അടുത്ത് പോയി ജീവിച്ചു, അവരെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവരൊരു കാര്യം മനസ്സിലാക്കി, മനുഷ്യനിൽ ഏത് മാറ്റവും കൊണ്ടുവരുവാൻ സാധ്യമാണ്. എല്ലാം ഒരു പ്രോഗ്രാമിംഗ് ആണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ണടച്ച്, ജസ്റ്റ് ഒന്ന് കണ്ണടച്ച്, ക്ലോസ് യുവർ ഐസ്, ഒന്ന് കണ്ണടച്ച്, ജസ്റ്റ് ഒന്ന് കണ്ണടച്ച്, എല്ലാവരും ജസ്റ്റ് കണ്ണടച്ച്, ഒന്ന് ജസ്റ്റ് ശ്വാസത്തിലേക്ക് നിരീക്ഷിച്ച്, കോൺസെൻട്രേറ്റ് ബ്രീത്ത്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രായത്തെ നിങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന ചിത്രം ഒന്ന് കണ്ട്, ഏതെങ്കിലും ഒരു പ്രായത്തിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രായത്തിൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ച്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ചിന്തയാണ് ആ ചിത്രരൂപത്തിൽ നിങ്ങൾ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഇമോഷൻ ഉണ്ടാവും. ഒരുപക്ഷെ പൈസ ഇല്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ സമൃദ്ധമായിട്ടോ, അല്ലെങ്കിൽ നല്ല രൂപത്തിൽ കോസിയായിട്ടോ, അല്ലെങ്കിൽ ഓസിയായിട്ടോ, ഈ രണ്ട് ഇമോഷനും അവിടെ വന്നിട്ടുണ്ടാവും. യെസ് ഓർ നോ? ഒന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് കണ്ണുറന്ന്. നിങ്ങൾ ആ ചിത്രം കണ്ടപ്പോഴേക്കും, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിത്രവും അതോടുകൂടി തന്നെ ഒരു വികാരവും രൂപപ്പെട്ടോ ഇല്ലേ? യെസ്, തീർച്ചയായും രൂപപ്പെട്ടു. യെസ് യെസ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചില ട്രോമാസുകളൊക്കെ മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടായി കാണും. ഞാൻ ഉദാഹരണം പറയാം, ഇതൊരു വിശാലമായ ടോപ്പിക്കാണ്. അതായത് ചെറിയ പ്രായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രായത്തിലോ താൻ വഞ്ചിക്കപ്പെടുകയോ തനിക്ക് മൃഗീയമായ രൂപത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുവരെ ഇപ്പോ നമ്മുടെ സാമ്പത്തിക സ്റ്റാറ്റസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് 10 പൈസ നമ്മുടെ കൈവശം ഇല്ല എങ്കിൽ, സ്വാഭാവികമായിട്ടും പൈസ കയ്യിലില്ല എങ്കിൽ അതൊരു പ്രോഗ്രാമിംഗ് ആണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഇപ്പൊ നമ്മളത് പഠിച്ചു. അപ്പൊ പണവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചിന്ത അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിത്രവും വൈകാരികതയും ഇതേപോലെ പരസ്പരം കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളുടെ ചിത്രവും അതുമായി ബന്ധപ്പെട്ട ഇമോഷൻസും ഇതുപോലെ ബന്ധിതമാണ്. NLPയിലൂടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചിത്രത്തിലും ഇതുമായി ബന്ധപ്പെട്ട ആ വൈകാരികതയും, അതാണ് ഭാഷ. ആ ഭാഷയിൽ ഇടപെടുവാൻ വേണ്ടി ഒരു വ്യക്തിയെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിയെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഈ NLP എന്ന് പറയുന്നത് ഒരു വർഷം പറഞ്ഞാൽ തീരാത്തൊരു സംഭവമാണ്. ഒരാള് ഇങ്ങനെ കണ്ണടച്ചിട്ട് സ്വയം ഇങ്ങനെ കാണുകയാണ്. അയാളെ ഡോഗ് ഓടിക്കുകയും അയാളെ കടിക്കാൻ വേണ്ടി വരികയും അയാൾ വള്ളി തടഞ്ഞ് വീഴുകയും ചെയ്യുന്ന ചിത്രം ഒരു വ്യക്തി ഇങ്ങനെ കാണുകയാന്ന് വെക്കുക. അപ്പോ അയാൾക്കുണ്ടാകുന്ന ഒരു അനുഭവം ഭീകരമായിരിക്കും. അയാൾ സ്വപ്നത്തിലാണെങ്കിൽ ഞെട്ടി ഉണരും നേരിട്ട് കാണുമ്പോൾ. എന്നാൽ ഒരു വ്യക്തി TV-യിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ കാണുകയാണ്. അയാൾ പുറത്താണ്, അയാൾ സ്വസ്ഥമായിട്ട് AC-യിൽ ഇങ്ങനെ ഫാന്റെ കാറ്റ്, AC-യുടെ തണുപ്പൊക്കെ ശീതീകരിച്ച റൂമിൽ ഇരിക്കുകയാണ്. TV-യിൽ ഇങ്ങനെ കാണുന്നു ഒരാളെ ഇനി അദ്ദേഹത്തിന്റെ തന്നെ ചിത്രം ഇങ്ങനെ കാണുന്നു. ഒരാളിങ്ങനെ എന്താ പറയാ, ഡോഗ് ഓടിക്കുന്നു. സ്വാഭാവികമായിട്ടും ഡോഗ് ഓടിക്കുന്ന ഒരു ചിത്രം TV-യിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രതികരണവും നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളെ ഇങ്ങനെ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണവും തികച്ചും വ്യത്യസ്തമല്ലേ പ്രിയപ്പെട്ടവരെ? യെസ് ഓർ നോ? തികച്ചും വ്യത്യസ്തമാണ്. ആദ്യത്തേതിന് അത്ര ടെൻഷനോ പ്രശ്നമോ നമുക്ക് രണ്ടാമത്തേന് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, കാരണം നമുക്കത് നേരിട്ട് വരുന്നില്ല. നമ്മൾ കാഴ്ചക്കാരൻ മാത്രമാണ്, നമുക്കറിയാം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അതിലൊരു നമ്മുടെ ഇമോഷൻസ് അവിടെ മാറി. അപ്പൊ നോക്കൂ നിങ്ങൾ, ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഒരേ സംഭവം തന്നെ രണ്ട് രൂപത്തിൽ കണ്ടപ്പോൾ നമ്മുടെ ഉള്ളിലെ വൈകാരികതയ്ക്ക് മാറ്റം വന്നു എന്നതുപോലെ
ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഏത് പ്രോഗ്രാമിങ്ങും, ചില ആളുകൾക്ക് ശീലങ്ങൾ ഉണ്ടാവും, മദ്യപാനം, പുകവലി, അതേപോലെ തന്നെ ചില ആളുകൾക്ക് വഴക്കാളികളായിരിക്കും ചില ആളുകൾ. ഇങ്ങനെയുള്ള എല്ലാം ഇതേപോലെ നമ്മുടെ ഉള്ളിലുള്ള പ്രോഗ്രാമിങ്ങുകളാണ്. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇതിന് ആധികാരികമായി പഠിക്കാൻ വേണ്ടി അമേരിക്കയിലുള്ള അന്നത്തെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആളുകൾ, അതിൽ ഇവരൊക്കെ ഞാനിപ്പോ പറയാൻ പോകുന്ന ആളുകളൊക്കെ, നിങ്ങൾ MSc അല്ലെങ്കിൽ BSc സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലും മനഃശാസ്ത്രം, അതായത് മനസ്സ് ആർട്സ് അല്ല, ശാസ്ത്രമാണ്. എന്താ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ? ഒരു കാര്യം ശാസ്ത്രമാണെങ്കിൽ ഹിസ്റ്ററി ഒരിക്കലും ശാസ്ത്രമല്ല. BA എന്നാ പറയാ. BA എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് ആർട്സ്. ആർട്സ് അതിൽ കൂട്ടിച്ചേർക്കപ്പെടാം, നാളെ തിരുത്താം, അങ്ങനെയാണ് പറയാ. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കപ്പെട്ടതാണ്. അതിൽ മാറ്റങ്ങൾ വരും, പക്ഷെ എങ്കിലും ഒരു 60% ആളുകൾ അത് തെളിയിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അത് ശാസ്ത്രമാവൂ. അപ്പോ MSc പോലുള്ള BSc പോലുള്ള ഉന്നതമായ ബിരുദവും ബിരുദാനന്ത ബിരുദവും ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിൽ കാണുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള, പ്രത്യേകിച്ച് ഫിസ്പേഴ്സിന്റെ ഗെസ്റ്റാൾട്ട് തെറാപ്പി, ഇതൊക്കെ സൈക്കോളജി ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നൂറുകണക്കിന് ആളുകൾ, ഇപ്പോഴും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണുന്നതിനേക്കാളും പ്രയാസമാണ് കഴിവുള്ള ഒരു ഇതേപോലെ ഈ പ്രോഗ്രാമിങ്ങിൽ ഇടപെടുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ ഇപ്പോഴും പണിയാണ്. നിങ്ങൾ വിചാരിക്കും പോലെയല്ല. ഒരു മെഡിക്കൽ ഡോക്ടറെ നമുക്ക് ബുക്ക് ചെയ്താൽ ഒരാഴ്ചയോ ഒരു മാസമോ അല്ലെങ്കിൽ 2 ആഴ്ചയോ കൊണ്ട് ഒരു പക്ഷേ കിട്ടും. പക്ഷെ മനുഷ്യന്റെ ഈ രൂപത്തിലുള്ള പ്രോഗ്രാമിങ്ങളിൽ ഇടപെടുവാൻ സാധിക്കുന്ന വ്യക്തികളെ ഇന്നും നമുക്ക് അത്ര പെട്ടെന്ന് ലഭ്യമല്ല. ഇപ്പൊ NLPയുടെ തന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ട്രെയിനേഴ്സാണ് ടണി റോബിൻസൺ, റോബിൻ ശർമ്മ തുടങ്ങിയ ആളുകൾ. ടണി റോബിൻസന്റെ ഒക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ഫീസ്, ലക്ഷക്കണക്കിന് രൂപ. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം ഓഡിയൻസിന്റെ അടുത്തോട്ട് വരുമ്പോ അദ്ദേഹത്തിന് ചുറ്റും കാവൽക്കാരുണ്ടാവും. ഒരാള് അദ്ദേഹത്തെ തൊടാൻ പോലും സമ്മതിക്കില്ല. മനസ്സിലായോ? ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത ആളുകൾ. അതാണ് അമേരിക്കയും നമ്മുടെ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഈ രൂപത്തിൽ വളരെ പ്രയാസമാണ്, പക്ഷെ അവിടെ എത്രയും ആൾക്കാർ വരും. എന്നാൽ ടണി റോബിൻസൺ കേരളത്തിൽ വരുന്നു എന്ന് നോക്കുക. അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ 10,000 രൂപ വേണം, അല്ലെങ്കിൽ 20,000 രൂപ വേണം. എന്നാൽ ടണി റോബിൻസന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി, സെഷൻ കേൾക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും ആൾക്കാർ പോകും. കാരണം ആ രീതിയിൽ അവർ പ്രശസ്തരാണ്. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അക്കാലഘട്ടത്തില് 970-75 കാലഘട്ടത്തിലെ ഏറ്റവും ഇന്നത്തെ ടണി റോബിൻസനെ പോലെ, ഇന്നത്തെ റോബിൻ ശർമ്മയെ പോലെ, അങ്ങനെയുള്ള അധികായകന്മാരായ ആളുകളെ പോലുള്ള പ്രശസ്തരായ ആളാണ് ഈ ഫിസ്പേഴ്സ്. അദ്ദേഹത്തെ പോയി നിരീക്ഷിച്ചു, അദ്ദേഹത്തിൽ നിന്നും കാര്യങ്ങൾ പഠിച്ചു. അദ്ദേഹത്തിന്റെ ശക്തമായ, അതായത് മനുഷ്യന്റെ മനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അതിശക്തമായ ടൂളുകൾ അവർ ഈ ഫിസ്പേഴ്സിൽ നിന്നും കടമെടുത്ത് അത് അങ്ങനെ തന്നെ NLPയിൽ ചേർത്തു. അതേപോലെ തന്നെ നിങ്ങൾക്ക് MScയുടെയും BScയുടെയും ഒക്കെ മനഃശാസ്ത്ര പുസ്തകങ്ങൾ കാണാൻ പറ്റുന്ന മറ്റൊരാളാണ് മിൽട്ടൺ എറിക്സൺ. അദ്ദേഹം ഒരു ജീനിയസ് ആണെന്ന് മാത്രമല്ല, ഒരു പ്രത്യേക കഴിവുള്ള ഒരു പ്രതിപാദനനായിരുന്നു. അതായത് ഹിപ്നോട്ടിസത്തിൽ അദ്ദേഹത്തിന് ഹിപ്നോട്ടിക് തെറാപ്പി എന്ന് പറയുന്നത് ലോക പ്രശസ്തമാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ അടുത്തോട്ട് ഒരാൾ വരികയാണെങ്കിൽ, ആ വരുന്ന മാത്രയിൽ അദ്ദേഹത്തെ നോക്കി ട്രാൻസിലോട്ട്, അതായത് മനസ്സിനെ വശീകരിക്കുവാനും മിൽട്ടൺ എറിക്സൺ വിചാരിക്കുന്ന രൂപത്തിൽ ആ വ്യക്തിയെ സ്വാധീനിക്കുവാനും ഇദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. സംസാരിക്കുമ്പോഴേക്കും ആളുകൾ ഹിപ്നോട്ടിസത്തിലോട്ട് അല്ലെങ്കിൽ മയക്കത്തിലോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു മിൽട്ടൺ എറിക്സൺ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ തിയറികൾ ഈ ഹിപ്നോട്ടിസത്തിലോട്ട് കടമെടുത്തിട്ടുണ്ട്. NLPയിലോട്ട് കടമെടുത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഹിപ്നോട്ടിസം തീർച്ചയായിട്ടും ഈ NLPയുടെ ടൂൾസുകളൊക്കെ പരിശീലിക്കുന്ന ആളുകൾക്കറിയാം. റിലാക്സേഷൻ ഉൾപ്പെടെയുള്ള ടെക്നിക്സിലൂടെ, ഹിപ്നോട്ടിക് ടെക്നിക്സിലൂടെ ഒക്കെയാണ്
ആളുകളുടെ മനസ്സിൽ മാറ്റം കൊണ്ടുവരുന്നത്. അതേപോലത്തെ ഞാൻ ഇനി ആരെയും ഒരുപാട് ആൾക്കാരെ പേര് പറയുന്നില്ല. ആ കാലഘട്ടത്തിൽ ആദികയന്മാരെ, ഏറ്റവും ആളുകൾക്ക് ഉപകാരമുള്ള, ആളുകൾ ഒഴുകി എത്തിയിരുന്ന അതിപ്രശസ്തരായ ആളുകളെ, അതിൽപ്പെട്ട മറ്റൊരാളാണ് വെർജീൻ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു ലേഡി. ഒരു ഫാമിലി തെറാപ്പിസ്റ്റ് ആയിരുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കുവാൻ സാധിക്കുന്ന, ഏത് പ്രശ്നങ്ങളെയും കുരുക്കുകൾ അയച്ചു മാറ്റുന്ന ഈ പ്രശസ്തയായിട്ടുള്ള ഈ വനിത. ഇങ്ങനെ ഒത്തിരി ആളുകൾ. അതേപോലെ തന്നെ നമ്മള് എന്താ പറയാ, ബ്രെയിൻ സർജറി നടത്തി മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിൽ എല്ലാം ഫോൾഡറുകളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും, ബ്രെയിനിന്റെ ഓരോ ചുരുളിലും ഓരോ പ്രോഗ്രാമിംഗ് ഉണ്ടെന്നും കണ്ടുപിടിച്ച ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. എന്താ പറയാ, എൻ്റെ ടിഎയിലൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, ഇന്നും അദ്ദേഹത്തിന്റെ ഗവേഷണമാണ് ഇന്നും ആളുകൾ, അതായത് നമ്മുടെ ഇടത്തെ ഭാഗത്തെ നിയന്ത്രിക്കുന്നത് വലത്തെ ബ്രെയിനാണ്, വലത്തെ ഭാഗത്തെ ബ്രെയിൻ നിയന്ത്രിക്കുന്നത് ഇടത്തെ ബ്രെയിനാണ് എന്നെല്ലാം ഇന്നും ആളുകൾ ഫോളോ ചെയ്യുന്നത് ആ മനുഷ്യന്റെ പഠനമാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, കാരണം ഇത് മുമ്പിൽ ഉള്ളതല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ രൂപത്തിലുള്ള അതിപ്രശസ്തരായിട്ടുള്ള ശാസ്ത്ര മേഖലയിലും മനഃശാസ്ത്ര മേഖലയിലും ഒക്കെ ഉള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അവരുടെ പഠനവും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ NLP എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം ഇന്ന് ഉടലെടുത്തത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കിലൂടെ ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തെ സമൂലമായി പരിവർത്തിപ്പിക്കുവാൻ സാധ്യമാണ്. ഇതിന് കുറച്ച് പ്രിൻസിപ്പിൾസുകളും അതുപോലെ തന്നെ ശക്തമായ ചില ടൂൾസുകളും ഉണ്ട്. ഏതൊരു കാര്യത്തിലും, അതായത് ഈ ഭാഷയിൽ ഇടപെട്ടുകൊണ്ട്, തലച്ചോറിന്റെ ഭാഷയിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ മാറ്റം വരുത്തി ആ വ്യക്തിയുടെ പ്രോഗ്രാമിങ്ങിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുന്ന ഒരു ടൂളാണ് NLP എന്നതാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്. ഇപ്പോ ഇതേ സംഭവം തന്നെയാണ് നമ്മൾ ഹാപ്പി പാർക്കിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. EFTയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതിന് സമാനമായ മറ്റൊരു കാര്യമാണ്. EFT എന്ന് പറയുന്നത് അതിശക്തമായ ഒരു ടൂളാണ്. അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പോ EFTയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നിലവിൽ ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒന്ന് സംസാരിക്കാം. അവരുടെ ലൈഫിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രോഗ്രാമിങ്ങിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് രണ്ടാൾക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുവാനുള്ളത്, ഈ വരുന്ന നവംബർ 18-ാം തീയതി NLPയെ കുറിച്ച് അതിശക്തമായ ഒരു പ്രോഗ്രാം 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. 5 ദിവസത്തെ പ്രോഗ്രാമാണ്. ഈ 5 ദിവസത്തെ പ്രോഗ്രാമിലെ ഒരു ദിവസം, അതായത് 24-ാം തീയതി, നവംബർ 24-ാം തീയതി രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെ അനുസ്യൂതം നീണ്ടു നിൽക്കുന്ന NLPയുടെ തെറാപ്പികളൊക്കെ ലൈവായിട്ട്, അതായത് അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് ഇതേപോലെ ഭാഷയിൽ ഇടപെട്ടുകൊണ്ട്. എത്രയോ ആളുകൾ പറയാറുണ്ട്, അതായത് മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പൊട്ടിച്ചെറിഞ്ഞ് ചിരിച്ച് സന്തോഷത്തോടെ ഉല്ലാസത്തോടു കൂടി തിരിച്ചു പോകാൻ പറ്റുന്ന ശക്തമായ തെറാപ്പികൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാം നമ്മൾ നവംബർ 24-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്നത്. അപ്പോ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരിമിതമായ സീറ്റുകളെ ഉണ്ടാവുള്ളൂ. എത്ര ആളുകൾക്ക്, പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ട് എന്ന് അറിയുന്നതിന് മുമ്പ് ഇപ്പോ അവരുടെ ലൈഫിൽ മാറ്റമുണ്ടായ, ഇതുവരെ ഉണ്ടായിട്ടുള്ള ജീവിതത്തിൽ മുഴുവൻ മാറ്റമുണ്ടായ, ഇപ്പോൾ ലൈവായിട്ട് EFT പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒന്നോ രണ്ടാൾക്ക് സംസാരിക്കാം. അതിന്റെ ഇടക്ക് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, എത്ര ആളുകൾക്ക് താല്പര്യമുണ്ട്. പ്ലീസ് ഒരാൾ വന്നോളൂ. സാറേ, ഞാൻ വജീദാണ്. എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ പങ്കെടുത്തതിന് ശേഷം. ഞങ്ങൾ ഏകദേശം ഒരു 2 മാസത്തിന്റെ അടുത്തേ ആയിട്ടുണ്ടാവുള്ളൂ ഇതിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വളരെ സന്തോഷം. ഇപ്പൊ ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ആരാ ഉള്ളത്? വേറെ ഓൺലൈനിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ സംസാരിച്ചേ.
എറിക് ബേൺ അല്ല സിസി മാഡം. എറിക് ബേൺ ടിയെ കണ്ടുപിടിച്ച ആളാണ്. എറിക് ബേൺ അല്ല. ഹലോ. പറയൂ. സാറ് നമ്മളെ ഇപ്പൊ NLP-യെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അതായത് NLP എന്താണ് എന്നതിന്റെ ഒരു ബേസിക് ആയ കാര്യം നമുക്ക് കിട്ടി. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്, നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുന്നത്, പിന്നെ അത് എങ്ങനെയാണ് ചെയ്യുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ സാറ്. യെസ്, അതായത് സാറേ ഈ NLP എന്ന് പറയുന്നത് നമ്മൾ തിയറിക്കലായിട്ട് പഠിക്കുന്നതിന് പകരം അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട സാധനമാണ്. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങളെ പഠിപ്പിച്ചു, എങ്ങനെ ആണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ആയത് എന്നത്. അത് സാറിന് മനസ്സിലായോ? അല്ല, അത് മനസ്സിലായി. അതിപ്പോ ഈ പറഞ്ഞത് കൊണ്ട് ഈ നമ്മുടെ മനസ്സിലുള്ള പ്രോഗ്രാമിംഗ് പ്രകാരമാണ് നമ്മുടെ ലൈഫ് അത് മനസ്സിലായി. നിർണയിച്ചിട്ടുള്ളതെന്നൊക്കെ ഇനി മനസ്സിലായി. പക്ഷെ ഇത് എങ്ങനെയാണ് മാറ്റുന്നതിനെ പറ്റി അതെ പറഞ്ഞിട്ടില്ല. അതെ അതാണ് വെരി ചോദിച്ചത്. ഗുഡ് വെരി ഗുഡ്. ഈ ഷാനവാസ് സാറ് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം കേട്ടപ്പോ നമ്മൾ പ്രോഗ്രാമിന്റെ ബേസിലാണ് സംഗതി നടക്കുന്നത് എന്ന് മനസ്സിലായി സാറേ. പക്ഷെ അതെങ്ങനെ മാറ്റും എന്നത് നമുക്ക് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. അതാ ഞാൻ പറയുന്നത്, ഇത് എങ്ങനെ മാറ്റും എന്നത് നിങ്ങളോട് ഏതുപോലെ ഒരു ഡ്രൈവറോട് അല്ലെങ്കിൽ ഒരാളോട് ഒരു കാർ ഡ്രൈവ് ചെയ്യേണ്ട രൂപം എങ്ങനെയെന്ന് പറഞ്ഞതുകൊണ്ട് ആ വ്യക്തിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമോ ഷാനവാസ് സാറേ? കഴിയില്ല. ഒരാൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിക്കില്ല. അതിനാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഒരു 5 ദിവസത്തെ ഒരു കോഴ്സ് ഉണ്ട്. ആ ഒരു കോഴ്സിൽ ഒരു ദിവസം പ്രാക്ടിക്കലായിട്ട്, അതായത് എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുക, എങ്ങനെയാണ് പേടി പോക്കുക, എങ്ങനെയാണ് NLP ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടു കൂടി നിൽക്കുക, എങ്ങനെയാണ് എനർജറ്റിക് ആയി നിൽക്കുക, ഇതൊക്കെ പ്രാക്ടിക്കലായി നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു വർക്ക്ഷോപ്പാണ് നവംബർ 24 കോഴിക്കോട് നടക്കുന്നത്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. മാത്രമല്ല അതിൽ കുറേ കാര്യങ്ങൾ, അതിന്റെ ബേസും തിയറിയും ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഓൺലൈനിലായിട്ടും ഉണ്ട്. അതൊരു കോഴ്സ് രൂപത്തിൽ നമ്മൾ ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഷാനവാസ് സാറിന് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു, EFT-യിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാളോട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഒരാൾ വന്നോളൂ, ലൈവ് വന്നോളൂ. അല്ല, ആ ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും ഫീ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂല അപ്പൊ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഒരു ഫീ ഉണ്ട്. അതിന് ഫീ എന്ന് പറഞ്ഞാൽ നമ്മള് റിയലി ഈ 5 ദിവസത്തെ കോഴ്സ്, യെസ് അത് സാർ ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. ഈ 5 ദിവസത്തെ കോഴ്സും അതേപോലെ തന്നെ ഒരു 4-സ്റ്റാർ ഹോട്ടലിലൊക്കെ ഒരു ദിവസം വലിയ എക്സ്പെൻസ് ആണ്. ഇതെല്ലാം കൂടി നമ്മൾ 2000 മാത്രമേ ഫീസ് വാങ്ങുന്നുള്ളൂ. ഒരു ചെറിയ ഫീസ് മാത്രമേ വാങ്ങുന്നുള്ളൂ. നമ്മുടെ പ്രോഗ്രാമിംഗ് മാറ്റാൻ, നമ്മുടെ ഉള്ളിലുള്ള ഇപ്പോഴുള്ള നിലവിലുള്ള ഈ ഒരു എന്താ പറയാ, ഇപ്പോൾ ഈ ലൈഫിലെ ഈ പ്രോഗ്രാമിംഗ് മാറ്റാൻ, നമുക്ക് അല്പസമയം മാറ്റിവെക്കുവാനും നമ്മുടെ സമ്പാദ്യത്തിൽ നിന്നും എന്തെങ്കിലും ഒന്നും എക്സ്പെൻസ് മീറ്റ് ചെയ്യാന്ന് മാത്രം. അവിടെ ഹോട്ടൽ എക്സ്പെൻസ്, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ ഉണ്ട്. അതിനുള്ള എക്സ്പെൻസ് മാത്രം മീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അതല്ലെങ്കിൽ ഹാപ്പി പാർക്ക് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് വലിയൊരു ബാധ്യതയായിട്ട് വരും. നിങ്ങൾക്ക് വേണ്ടി അത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഓൺലി 2000. ഷാനവാസ് സാർ ക്ലിയർ ആയില്ലേ? ക്ലിയർ. ഓക്കെ, താങ്ക് യു. അദ്ദേഹത്തിന്റെ സത്യസന്ധമായ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇപ്പോ EFT പങ്കെടുക്കുന്ന ഒരാൾക്ക് സംസാരിക്കാം. ഒരാൾക്ക് പ്ലീസ് കം ടു മൈ പോയിന്റ്. സാർ, എന്റെ പേര് ദിനേശ്. എന്റെ ജില്ല കൊല്ലമാണ്. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ഹാപ്പി പാർക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനകത്ത് പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് എന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം ടെൻഷൻ നിറഞ്ഞ ഒരു ജോലിയായിരുന്നു എൻ്റെത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്. ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഈ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സന്തോഷം. വെരി ഗുഡ്. അതേപോലെ തന്നെ ഇപ്പൊ EFT പങ്കെടുക്കുന്ന ഒരാൾ സംസാരിക്കുന്നതിൽ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരും. ഒരാൾ. എന്റെ പേര് എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാനിപ്പോ ഒരു 6 മാസമായിട്ട് ഞാൻ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ശാരീരികവും മാനസികവുമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളതിന്റെ പേരിലാണ് ഞാൻ ഈ കോഴ്സിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇപ്പൊ ഒരു മാസം ആയിട്ടുണ്ട് ഞാൻ EFT പങ്കെടുക്കുന്നു. എനിക്ക് നല്ല മാറ്റമുണ്ട്. മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ ഒത്തിരി മാറ്റമുണ്ട്. ഒരു 4-5 ക്ലാസ് ആയിട്ടുള്ളൂ. EFT-യുടെ 4-5 ക്ലാസ് ആയി കഴിഞ്ഞപ്പോ തന്നെ
എനിക്ക് നല്ല രീതിയിൽ മാറ്റമുണ്ട്. എനിക്ക് സമാധാനപരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ തന്നെ നല്ല നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോ. ഹസ്ബൻഡ് നല്ലതായിട്ട് എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും. ഈ കോഴ്സിൽ പങ്കെടുത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ആകാൻ പറ്റിയത്. അതിന് 100 നന്ദിയുണ്ട് സാറിനോട്. സാറിനും ഹാപ്പി പാർക്കിനോട് എനിക്ക് 100 നന്ദിയുണ്ട്. പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട് സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ, വളരെ വളരെ സന്തോഷം. ഈ അതിപ്പോ കോഴിക്കോട് അല്ലാണ്ട് ഇതിന്റെ പ്രോഗ്രാം എവിടെയെങ്കിലും ഉണ്ടോ? എറണാകുളത്ത് വരാറുണ്ട്. എറണാകുളത്ത് ഇനി ഡിസംബറിലോ ജനുവരിയിലോ വരും. അത് അതെല്ലേ? EFT ആയിരിക്കും. അല്ലാണ്ട് ഓൺലൈനായിട്ട് നമുക്ക് ഈ ഫീസ് അടച്ച് പറ്റത്തില്ല അല്ലേ? ഓൺലൈനായിട്ട് കോഴ്സ് ഉണ്ട്. ഓൺലൈനായിട്ട് 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓൺലൈനിലാണ് ഈ കോഴ്സ്. അതിന്റെ ഭാഗമായിട്ട് ഒരു ഓഫ്ലൈൻ. ഇപ്പൊ ഓഫ്ലൈൻ സൗജന്യമാണ്, പൈസ ഒന്നും അടക്കണ്ട. ഓൺലൈൻ അപ്പൊ ഈ പറയുന്ന നമുക്ക് ഈ ഒരു ദിവസത്തെ ആ പ്രോഗ്രാം സാർ പറഞ്ഞില്ലേ കോഴിക്കോട് ഒരു വെച്ചല്ലേ? അത് ദിവസമല്ല, കിട്ടുന്നുണ്ടോ? അല്ല, ഓൺലൈനിൽ 5 ദിവസത്തെ പരിപാടിയാണ്. കോഴിക്കോട് പ്രോഗ്രാം ഒരു ദിവസത്തെ പരിപാടിയാണ്. ഓൺലൈനിൽ 5 ദിവസത്തെ പരിപാടിക്കാണ് 2000. അതിന്റെ കൂടെ തന്നെ ഉള്ള ഈ പ്രോഗ്രാം ഉൾപ്പെടെ, ഏത് ഈ ഒരു ദിവസം പ്രോഗ്രാം ഉൾപ്പെടെയുള്ള അതിന് എല്ലാത്തിനും കൂടി എത്ര വാങ്ങുന്നുള്ളൂ. ഈ ഓൺലൈനിൽ എത്ര സമയം കാണും? ഓൺലൈനിൽ ഓരോ ദിവസം ഒരു 1.5-2 മണിക്കൂർ ഉണ്ടാവും. ഉവ്വ്. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, സാറിന് ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. വളരെ സന്തോഷം. പറ്റുമെങ്കിൽ നിങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ പിന്നെ കാസർഗോഡ് നിന്നൊക്കെ കോഴിക്കോട്ടേക്ക് വരാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രയാസമുള്ള സംഭവമല്ല. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ വേണമെങ്കിലും പോലും, എവിടെ വേണമെങ്കിലും നമ്മൾ പോകും, എത്ര വേണമെങ്കിലും നമ്മൾ ചിലവഴിക്കും. അപ്പൊ അതൊക്കെ മാറിക്കിട്ടും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മള് ഒരു 10 അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മളിത് പറയുന്നത്. ഒരു വ്യക്തി ഈ NLPയുടെ ഇത്രയും ഫീ അല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഓരോ സെന്ററുകളിലും അവരൊന്നും കുറ്റം പറയാം, അത്രയും വാങ്ങണം, അപ്പോഴേ അതിന് വർത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് നമ്മള് ഈ ഹാപ്പി പാർക്കിന്റെ ഒരു മീറ്റപ്പും അതേപോലെ തന്നെ എന്താ പറയാ, ഒരുപാട് ഇന്റൻഷൻ ഉള്ളത് കൊണ്ട് ആണ്, ഈ ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിൽ ഇത് ചെയ്തു. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നിങ്ങള് 100 ആൾ വരുന്നേക്കാൾ നന്നാവും കുറെ ഫീസ് കൂട്ടി 10 ആൾ വന്നാൽ മതി, അത്രയും ആൾക്കാരെ നോക്കിയാൽ മതി. ഇതല്ല, എല്ലാവരും കിട്ടട്ടെ എന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിൽ നമ്മൾ ഇവിടെയുള്ള വ്യത്യാസം. ഇപ്പൊ തന്നെ നോക്കൂ, നിങ്ങൾ എത്രയോ ആളുകൾ നമ്മളോട് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി വരാൻ പറയാറുണ്ട്. എത്രയോ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിളിക്കാറുണ്ട്. നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാറില്ല. കാണണം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ സാറിനോട് ചോദിച്ചാൽ മതി, എത്രയോ ആളുകൾ, നമുക്ക് ആരെയും കാണുവാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിലോട്ട് നമ്മൾ മാറി. അപ്പൊ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ പറയുന്നത്, ഇതെല്ലാവരിലോട്ടും എത്തട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിലോട്ട് മാറ്റുന്നത്. ഓക്കെ, വളരെ സന്തോഷം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ്? ഞാന് ഇത് പിന്നെ ഒരു ഫീസിന്റെ കാര്യം പറഞ്ഞപ്പോ പറയാണ്, ഞാനിത് 5 വർഷം മുമ്പ് NLP ചെയ്താണ്. 30,000 രൂപ ഫീസ് കൊടുത്തിട്ടാണ് ചെയ്തത്. 5 വർഷം മുമ്പ്? 5 വർഷം 30,000 രൂപ 30,000 രൂപ ഫീസ് കൊടുത്തിട്ട് NLP ചെയ്ത ആളാണ് നസീറ ബാനു. നിങ്ങളിപ്പോ നമ്മുടെ ട്രഷർ കോഴ്സില്ലേ, ഈ ട്രഷർ കോഴ്സിന് സമാനമായ ഒരു കോഴ്സ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. അല്ല, ഞാൻ ഈ 30,000 രൂപ കൊടുത്തിട്ടും സാർ ഇപ്പൊ പറഞ്ഞൊരു ഇതിലേക്ക്, ആ ഒരു തലത്തിലല്ല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ഒരു ഇത് കിട്ടിയിട്ടുമില്ലായിരുന്നു. 5 ദിവസം റെസിഡൻഷ്യൽ ക്യാമ്പായിട്ടാണ് ചെയ്തത്. എന്നിട്ടും ഇത്രത്തോളം വിവരങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഏതായാലും പറ്റുന്ന ആൾക്കാർ എല്ലാവരും പങ്കെടുക്കുക. പിന്നെ എന്താ പറയാ, ഓക്കെ. NLP, നീ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഈ NLP ഒരു തല്ലേ ഉള്ളൂ? 30,000-നും 2,000-നും ഒക്കെ കിട്ടുന്ന ഒന്ന് തന്നെ ആയിരിക്കൂലേ? ഒന്ന് തന്നെ ആയിരിക്കും. മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ NLP എല്ലാം ഒന്ന് തന്നെയാണ്. NLP എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. വ്യത്യസ്ത, പിന്നെ ഓരോ ട്രെയിനേഴ്സിനും ഓരോ രൂപം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് പോലെ ആവില്ല വേറൊരാള്. ഫീസിന്റെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. അല്ല, ഫീസ് കൂടിയിട്ടും കുറഞ്ഞിട്ടും മാറ്റമൊന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ അതിനൊന്ന് പങ്കെടുത്തു പോകും കേട്ടോ. പിന്നെ എന്റെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഓരോ ട്രെയിനേഴ്സിനും ഓരോ ഇതാണ്. നമ്മള് ഇപ്പോ ട്രഷർ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു കോഴ്സിൽ പങ്കെടുത്തീനും. അന്ന് 2,000
ഫീ അടിച്ചിട്ട് പോയിക്കോടുന്നെ. അത് NLP ഒന്ന് വരുന്നതിന്റെ മുന്നാ ഏത് എന്റെ കോഴ്സ് അല്ലല്ലോ, ആണ്. ഏത് കോഴ്സായിരുന്നു? കോഴ്സിന്റെ പേരൊന്നും എനിക്ക് അറിയൂല. കുറച്ച് മുന്നേ. NLP അല്ല, അത് NLP ആവില്ല, കുറെ ആ മുമ്പായി. NLP കുറച്ച് മുന്നേ, ഓക്കെ ഒരു 5-6 വർഷം മുന്നായിരിക്കും. വളരെ വളരെ മനസ്സിലായി. ബുഷറയാണ്. ഏത് ബുഷറ? അല്ല, റൈഹാനത്തിന്റെ കൂടെ അതിനൊന്ന് വന്ന്. ഓക്കെ. അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോ? എങ്ങനെ ഉണ്ടായിരുന്നു അന്ന്? അന്ന് പങ്കെടുത്തിട്ട് നല്ല മാറ്റം ഉണ്ട്. അന്ന് കുറെ മാറിക്ക്, കുറെ മാറ്റം വന്നു. വെരി ഗുഡ്. അത് ആ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള സംഭവമാണ് പറയുന്നത്. ഏതായാലും വളരെ വളരെ സന്തോഷം. 5 വർഷം അതെ, കൊറോണക്ക് മുമ്പ്. അപ്പൊ 5 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നൊക്കെ നമ്മൾ കോഴിക്കോട് നിറഞ്ഞ പ്രോഗ്രാംസ് നടത്താറുണ്ടായിരുന്നു. ഇപ്പോ അത് ഓൺലൈനിലോട്ട് മാറിയതോടുകൂടി വലിയ സന്തോഷം. ശരി, ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? പറഞ്ഞോളൂ. ചില ആളുകൾ വീട്ടിലെ വർത്താനം സംസാരിക്കും, ഓഫാക്കി ഓണാക്കിയോ അവർക്ക് അറിയില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ NLP പങ്കെടുക്കുന്ന ഒരാൾക്ക് സംസാരിക്കാം. സോറി, EFT ഇപ്പൊ പങ്കെടുക്കുന്ന ഒരാൾക്ക് സംസാരിച്ചേ. ഒരാൾ ഇപ്പൊ അനിത മാഡം പറഞ്ഞു, മജീദ് സാർ പറഞ്ഞു. ജസ്റ്റ് നൗ ഇപ്പൊ ഉള്ള ഏതെങ്കിലും ആൾക്കാരുണ്ടോ? ആൾക്കാർക്ക് സംസാരിക്കാനുണ്ടോ? പറഞ്ഞോളൂ. ഞാൻ ശൈലജയാണ്. ഇപ്പൊ പങ്കെടുക്കുന്ന ആളല്ലേ? അതെ. പറഞ്ഞോളൂ. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ പങ്കെടുക്കുമ്പോ നമ്മൾക്ക് ഒരു രൂപരേഖ ഉണ്ടായിരുന്നില്ല. അനിയത്തിയാണ് എന്നെ, ബിന്ദു നരവത്താണ് എന്നെ ചേർത്തത്. അപ്പോ പിന്നെ ഇതിന് ശേഷം ഞാൻ ഇതുവരെ എന്നെ മൈൻഡ് ചെയ്തിരുന്നില്ല. ഞാനിങ്ങനെ പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ സാക്രിഫൈസ് ആണ് ദൗത്യം എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോയ ഒരാളാണ്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ. അതോടൊപ്പം ഇപ്പൊ ഞാൻ കണ്ടെത്തുന്നത് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തും. അപ്പോ ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. ഇപ്പോ ലേറ്റ് മാരേജ് ആണ്. അതിനുശേഷം ഒരു മോളുണ്ടായി. അപ്പൊ സ്വന്തത്തിലേക്ക് കടക്കാനൊരു ശ്രമവും നടത്തിയിട്ടില്ല. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിൽ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് എന്നെ നഷ്ടപ്പെടുന്നത് പോലെ. അതിപ്പോ തിരിച്ചു കിട്ടി എനിക്ക്. ഞാൻ വായിക്കാൻ തുടങ്ങി, ഒരു ആശ്വാസമുണ്ട്. ഇപ്പൊ മെഡിറ്റേഷൻ പണ്ട് ഞാൻ ചെയ്തിരുന്നു, പഠിക്കുന്ന കാലത്ത്. കൂടി പഠിക്കുമ്പോൾ കൂടി കൺഫ്യൂഷൻ ഒക്കെ വരുന്ന സമയത്ത് ഒരു സാറ് പറഞ്ഞു തന്നിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ അതിനൊന്നും മെനക്കെടുന്നില്ല. അതിനേക്കാൾ വലുത് വേറെ എന്തൊക്കെയോ വിചാരിച്ചിട്ട് നടക്കുകയായിരുന്നു. അപ്പൊ ഇപ്പൊ വീണ്ടും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കുളിർമ, സുഖമോ, ഒരു എന്താ പറയാ, സാറിന്റെ ഭാഷ പറയാ, ഒരു തണുപ്പ്, അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വ്യത്യാസമുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി മാറാനുണ്ട്. അതുകൂടി മാറും എന്നുള്ള എനിക്ക് ഭയങ്കര ദേഷ്യം. അതായത് ഇടയ്ക്ക് ദേഷ്യമല്ല, എപ്പോഴെങ്കിലും വരുന്ന ദേഷ്യം അതിഭീകരാണ്. അത് കൂടി കുറയ്ക്കലാണ് എന്റെ ദൗത്യം. കുറയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. ഇങ്ങനെയൊക്കെയാണ് സാറേ. ഓക്കെ, ഏതായാലും ആകെ മൊത്തം ഇപ്പൊ നമ്മളിപ്പോ പകുതിയായില്ല. അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു എന്താ പറയാ, വലിയൊരു ആശ്വാസം. കോൺഫിഡൻസ്. ഓക്കെ, ശരി, വളരെ സന്തോഷം. അപ്പോ ഇത് അവരുടെ പ്രോഗ്രാമിങ്ങിൽ മാറ്റം വന്നതുകൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി അധികമായി സുദീർഘിപ്പിക്കുന്നില്ല. എന്താ പറയാ, ഈ പ്രോഗ്രാമിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഈ വരുന്ന 18-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് ഓഫ്ലൈൻ ഉള്ളത് കൊണ്ട് അതിൽ പരിമിതിയുണ്ട്. അപ്പൊ നമുക്ക് ഹോട്ടൽ കുറച്ചുകൂടി വിശാലമാക്കാൻ വേണ്ടിയിട്ടാണ്. മുമ്പ് നടത്തിയ ഹോട്ടലുകളിൽ നമ്മൾ മീറ്റപ്പിനൊക്കെ ആളുകൾക്ക് ഇരിക്കുവാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ കുറെ കൂടി വിശാലമായ ഒരു ഹോട്ടലിലോട്ടാണ് ഇപ്രാവശ്യം പ്രോഗ്രാം മാറ്റിയത്. അതുകൊണ്ട് അതിലും ഉൾക്കൊള്ളുന്നതിന് പരിമിതി ഉണ്ടാവും. കാരണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇതിൽ പങ്കെടുക്കും. കണ്ണൂർ, കാസർഗോഡ്, ട്രിവാൻഡ്രം, കോട്ടയം, കൊല്ലം, ഇവിടുന്നൊക്കെ ആളുകൾ വരുന്നത് കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അത് നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങൾ തിരിച്ചറിയേണ്ടത് അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അവസരമാണ് എന്ന് തിരിച്ചറിയുക. ഇത്തരത്തിലുള്ള ടൂളുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഇതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. ഏത് മാറ്റവും സാധ്യമാണ്. എല്ലാം നമ്മുടെ ഉള്ളിലെ പ്രോഗ്രാമിംഗ് ആണ്. അതിൽ ഇടപെടാതെ ഇങ്ങനെ തന്നെ അങ്ങ് പോവുകയാണെങ്കിൽ ഈ ചക്രത്തിൽ ഇങ്ങനെ കറങ്ങി ജീവിതം തീരും. ഇതേ ചിന്ത തന്നെ, ഇതേ വികാരം തന്നെ, ഇതേ ഇത് തന്നെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ആരാപ്പൻ രക്ഷപ്പെടുത്താൻ വരിക? ആരും വരില്ല.
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇത് ചെയ്യ്, അത് ചെയ്യ്, എക്സസൈസ് ചെയ്യ്, നിന്റെ ചിന്ത ആ ചിന്ത ശരിയല്ല, ഈ ചിന്ത എങ്ങോട്ട് ശരിയാക്കും, ഈ നെഗറ്റീവായ ചിന്തയാണ് നിന്നെ ദ്രോഹിക്കുന്നത്, അതുകൊണ്ട് ഇത് മാറ്റി എന്ന് പറയാൻ നിങ്ങളുടെ കൂടെ ഒരാളും ഇല്ല, ഉണ്ടാവില്ല, മരണം വരെ ഉണ്ടാവും. അങ്ങനെ ഗവൺമെന്റിനോ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിക്കോ ഒന്നും സാധിക്കാത്തൊരു കാര്യമാണത്. അവനവനെ ശ്രദ്ധിക്കുവാനുള്ള ഉത്തരവാദിത്വം അവനവൻ ഏറ്റെടുക്കുക. അതിന് നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ടൂളായിരിക്കും ഈ NLP ഹാപ്പി പാർക്ക് എന്നൊക്കെ പറയുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ആളുകൾക്ക് ഇതിലോട്ട് വരാം. അതല്ല ഇപ്പോഴും ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇതിനിപ്പോ എത്ര റിസ്ക് എടുക്കണം, ഞാനിപ്പോ ഇത്രയും ദൂരം യാത്ര ചെയ്യണോ, ഒരു 2000 രൂപക്ക് ഇക്കാലത്ത് എന്ത് വിലയുള്ളൂ മോഹൻ സാറെ? 2000 രൂപക്ക് ഇപ്പോ ഒരു എന്താ പറയാ ഒരു ചുരിദാർ കിട്ടുമോ? കിട്ടില്ല. 2000 രൂപക്ക് ഒന്നും കിട്ടാനില്ല. നമ്മളൊന്നും വേണ്ട, നമ്മളൊരു സ്കാനിങ് എടുക്കുക. ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഇങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങൾ CT എടുക്കൂ. ഒരു CT സ്കാൻ എടുക്കാൻ വരെ 2000-ന് മേലെ പൈസ വേണം. വേണ്ട, ഒരു എന്താ പറയാ ചെറിയ സ്കാനിങ് ഉണ്ടല്ലോ, പിന്നെ എന്തായാലും പറയാം, അതിന് വെറും 1200 രൂപ വേണം. CT ഒന്നും അല്ലാതെ തന്നെ ചെറിയ സ്കാനിങ് ഉണ്ടല്ലോ, മിനി സ്കാനിങ്, ഒരു എക്കോ എടുക്കാൻ അത്ര ക്യാഷ് വേണം. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മളിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ എന്ന സത്യം തിരിച്ചറിയുക. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടോ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അതേപോലെ എല്ലാ ദിവസവും സാറ് റിയാസ് ഇടക്കരയാണ്. പറയൂ സർ. ഞാൻ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, മെഡിറ്റേഷനിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, അതിനടുത്ത് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ഈ 5 days കോഴ്സ് എന്ന് പറഞ്ഞാൽ 4 days ഓൺലൈനിലാണല്ലോ. അതെ. അത് ഈ ഓൺലൈനിൽ സമയം എത്രയാണ്? രാത്രി 8 മണിക്കാണ്. അത് റെക്കോർഡിംഗ് തരും സർ. ആണല്ലേ? നിങ്ങളെ ലൈവിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ റെക്കോർഡിംഗ് ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ, അതറിയാൻ പറ്റുന്നത്. പിന്നെ സാറിനെ നേരിട്ടൊന്ന് കാണണം, അതൊന്നും വല്ലാതെ ഒരു ആഗ്രഹമാണ്. നിങ്ങള് കോഴിക്കോട് വരും, നമുക്ക് നേരിട്ട് നിന്ന് അടിച്ചു പൊളിക്കാം. ഗംഭീരമാണ്. കോഴിക്കോട് നിങ്ങൾ തിരിച്ചു പോകുമ്പോ നിങ്ങൾക്ക് ഞായറാഴ്ച പ്രോഗ്രാം, തിങ്കളാഴ്ച നമുക്ക് ഇങ്ങനെ സെഷൻ ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എല്ലാരും ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ എല്ലാരും കാണാൻ പറ്റും. മനസ്സിലായി? അടിച്ചു പൊളിക്കണം. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ 9:30 9 മണിക്ക് എത്തുകയാണെങ്കിൽ അത്രയും സന്തോഷം. നമ്മൾ 8 മണിക്കാണ്. ഓക്കെ, ശരി. അപ്പൊ എന്നാൽ ഒരു കാര്യം ചെയ്യാം, മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ഈ ഒരു മെഡിറ്റേഷനിലും എല്ലാവരും പങ്കെടുക്കുക. ഇതിന്റെ ലിങ്കും ഒക്കെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ ആവട്ടെ നമ്മുടെ ഒരു പുണ്യകർമ്മമായി ഇതിനെ കാണുക എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.